ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1723. ഇന്ന് സെപ്റ്റംബർ മാസം 18-ാം തീയതി 262-ാമത്തെ ദിവസത്തിലെത്തി. പലരും തുടങ്ങുന്നത് മികച്ച രീതിയിൽ തന്നെയാണ്. പലപ്പോഴും അവർക്കത് മുമ്പോട്ട് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നുണ്ട്. തളരുകയും തകരുകയും ചെയ്യുക വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? തുടങ്ങാനായിട്ട് ഇത്തിരി ആവേശം മതി, പക്ഷേ അത് തുടരാനായിട്ട് ആത്മബോധവും ലക്ഷ്യബോധവും ആവശ്യമാണ്. ആവേശം മാത്രമേ ഉള്ളൂ നമ്മളിൽ പലർക്കും. അത് നിലനിൽക്കാനായിട്ട് ആവശ്യമായ ആത്മബോധത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ധാരണ കിട്ടിയാലും മെനക്കെട്ട് അതൊന്ന് സ്വരൂപിക്കാനായിട്ട് നമ്മൾ ആരും മുതിരുന്നില്ല. ലക്ഷ്യബോധം തീരെയില്ല. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ക്രിസ്തുയേശുവിന്റെ ജീവിതത്തെ നമ്മൾ സുവിശേഷത്തിന്റെ താളുകളിലെ അക്ഷരങ്ങളിലൂടെ എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തുമാത്രം ആത്മബോധവും ലക്ഷ്യബോധവുമുള്ള ആളായിരുന്നു. എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത്? ലക്ഷ്യങ്ങൾ വല്ലാതെ മറന്നുപോകുന്നു. ലക്ഷ്യങ്ങൾ മറന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ ആകപ്പാടെ ചെയ്യാൻ ഉള്ളത് ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുക എന്നതാണ്. കൃത്യമായ ലക്ഷ്യമുള്ളവർക്ക് അവ എങ്ങനെയെങ്കിലും നേടണമെന്ന നിർബന്ധമുണ്ട്. നമ്മളിലാവട്ടെ ലക്ഷ്യങ്ങൾ തന്നെ ഇല്ലാതാകുന്നതോടുകൂടി നേടണമെന്ന നിർബന്ധവും പോയിപ്പോകുന്നു. പിന്നെയുള്ളത് പകരം നമ്മൾ ആശ്വാസത്തിനായിട്ട് കുറച്ച് ആനന്ദത്തിനായിട്ട് കണ്ടെത്തുന്ന ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളാവട്ടെ ഒന്നിലധികം, 100-ലധികം ആഗ്രഹങ്ങൾ മാത്രമായി മാറുന്നു നമ്മളിൽ. അതിങ്ങനെ ഒന്നിനു പകരം മറ്റൊന്ന് ലഭിച്ചാലും മതി. ഇന്ന ആഗ്രഹം തന്നെ നിലനിർത്തണമെന്ന് പോലുമില്ല. ഈ ലക്ഷ്യങ്ങളുള്ളവർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളും ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവയായിരിക്കും. എന്നാൽ എന്നെ പോലെ ആഗ്രഹങ്ങൾ മാത്രമുള്ളവർ തത്സമയത്തെ സംതൃപ്തിക്കായി ഏത് വഴികളിലൂടെയും എങ്ങനെയും സഞ്ചരിക്കും. അല്പനേരത്തെ സംതൃപ്തിയാണ് അവരുടെ ഒരുപക്ഷെ ആഗ്രഹം. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചതെന്ന് പോലും പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അതുകൊണ്ടാണ് എതിരെ വരുന്ന പലരുടെയും ആകർഷകത്തിൽ നമ്മൾ വീണുപോകുന്നത്. പല വിഭവങ്ങൾ ആകർഷകമായി നമുക്ക് തോന്നുന്നത്, നമ്മളതിന്റെ പിന്നാലെ പോകുന്നത്. തുടങ്ങാൻ ആവേശം മാത്രം മതി. അത് തുടരാനാവട്ടെ ആത്മബോധവും ലക്ഷ്യബോധവും വേണം. ക്രിസ്തുയേശു തന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.